ഹായ് ഫ്രണ്ട്സ്, ഞാൻ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങുകയാണ്. എൻ്റെ പേര് കമൽദളം എന്നാണ്. എല്ലാവരും ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ട ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ടും മോട്ടിവേഷണൽ പരമായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അവതരിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പ്ലാൻ 2025 വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം വന്നതും പ്രകാരം ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പാരന്റ്സിന്, അതായത് കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ഇതിനെപ്പറ്റി ചിലവർക്ക് മാത്രം, എല്ലാവർക്കും അല്ല, ഒരു ഐഡിയ ഇല്ല. അത് കുട്ടികൾക്കറിയാം, കാരണം സ്കൂളിലെ അധ്യാപകർ അവരടുത്ത് പറയുന്നുണ്ട്, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അറിയാൻ മേത്ര രക്ഷകർത്താക്കൾ ധാരാളമുണ്ട്. അപ്പൊ ആ പദ്ധതി പ്രകാരം 2025 വന്ന ഇപ്പോഴത്തെ മാർച്ചിൽ വന്ന മാറ്റം എന്ന് പറയാൻ, നേരത്തെ 5 മുതൽ 9 വരെ ഓൾ പാസ് ആയിരുന്നു. 9 നിന്ന് 10 തൊട്ട് ഓൾ പാസ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു സമ്പ്രദായമില്ല. ഇനി മുതൽ 5 മുതൽ 9 വരെയുള്ള കുട്ടികൾക്ക്, 9ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും എക്സാം എഴുതുമ്പോൾ അവരുടെ റിട്ടൺ എക്സാമിൽ 30% മാർക്ക് കിട്ടിയെങ്കിൽ, ഓരോ പേപ്പറും ഓരോ സബ്ജക്റ്റിനും 30% മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. ഇതാണ് ഇപ്പൊ വന്നത്. ഇത് ഒരുവിധപ്പെട്ട ഒരു രക്ഷകർത്താക്കൾക്കും അറിയാവുന്നവരുണ്ടായിരിക്കാം, അറിയാമത്തവരും ഉണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നത്. ഇതും പ്രകാരം കുട്ടിക്ക് എന്തെല്ലാം, ഒരു കുട്ടി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ പഠനത്തിൽ കൊണ്ടുവരണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു അറിവ് വേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണമെന്നും, അവരുടെ വിദ്യാഭ്യാസത്തിൽ വരേണ്ട മാറ്റങ്ങൾ, അവരുടെ പഠന രീതിയിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിലൂടെ ഇപ്പോൾ വന്നേക്കുന്നത്. നിങ്ങളെല്ലാവരും ഇനിയും വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിപ്പിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട പുതിയ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും A to Z ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഇനി എൻ്റെ വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. അങ്ങനെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം നമ്മള് പേരൻസ് അല്ലേ കുട്ടികളെ സ്കൂളിൽ വിടും. കുട്ടികൾ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പോഴത്തെ കുട്ടികളിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. ഇതില് ഈ കുട്ടി എന്തൊക്കെയാണ്, എങ്ങനെ ഫോളോ ചെയ്യണം, സബ്ജക്ട് വൈസ് എങ്ങനെയാണ് ഇത് പോകേണ്ടത്, പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് രക്ഷകർത്താക്കൾക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതുപോലെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അവരുടെ സബ്ജക്ട് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കും. ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നും രക്ഷകർത്താക്കളും ഇതറിയണം. രക്ഷകർത്താക്കൾക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളും ഞാൻ തരുന്നതായിരിക്കും. ഇത് എല്ലാവരും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ ഇനിയും വരുന്ന ക്ലാസ്സുകൾ കുട്ടികൾക്ക് പഠനം വളരെ ഈസി ആയിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ.